വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അമേരിക്ക നൽകുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പാണ്. തങ്ങളുടെ 5000-ഓളം സൈനികർ ഹോർമുസിൽ സജ്ജമാണ് എന്ന് ട്രംപ് പറയുന്നു. ഈ ഉപരോധം കടുപ്പിക്കും അമേരിക്ക. ഉപരോധം വകവെക്കാതിരുന്നാൽ സൈന്യത്തെ ഉപയോഗിക്കേണ്ടി വരും എന്നും യുഎസിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തുവരികയാണ്. ഉപരോധം ലംഘിക്കരുത്, ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോകാനോ അവിടെ നിന്ന് വരാനോ ശ്രമിക്കുന്ന കപ്പലുകളെ ഞങ്ങൾ തടയും, അല്ലെങ്കിൽ പിടിച്ചെടുക്കും അവർ അത് ലംഘിച്ചാൽ എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഉപരോധത്തോട് സഹകരിച്ചില്ലെങ്കിൽ സൈന്യത്തെ ഉപയോഗിക്കേണ്ടി വരും എന്നും ട്രംപ് വ്യക്തമാക്കുന്നു. മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഹോർമുസിൽ ഉപരോധം തുടരും എന്നാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് തന്റെ കുറിപ്പിൽ പറയുന്നത്. കപ്പലുകൾ തടയാൻ US എബ്രഹാം ലിങ്കണിലെ 5000-ഓളം നാവികരാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്നും സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർക്കുന്നു. ഇതിനിടയിൽ വരുന്ന മറ്റ് പ്രധാനപ്പെട്ട ഒരു വാർത്ത, 16ഓളം കപ്പലുകൾ പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ച് മടങ്ങുന്നു എന്നുള്ളതാണ്. 48 മണിക്കൂർ പിന്നിടുമ്പോൾ ഇത് ഉപരോധം വിജയകരമാണ് എന്നും ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ അവകാശവാദമടക്കമുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതാണ്. ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച 9ഓളം കപ്പലുകൾക്ക് കർശന നിർദ്ദേശവും ഇതിനകം അമേരിക്ക നൽകി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഹോർമുസിലെ ഉപരോധം അമേരിക്കയുടെ പുതിയ തന്ത്രമായി കാണണം ഇറാനെ കുരുക്കാൻ. ഏതെങ്കിലും തരത്തിൽ ഇത് ലോകരാജ്യങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ടോ? ലോകത്തിന്റെ എണ്ണ വ്യാപാര ക്രമത്തെ ഇതിപ്പോൾ ഏത് തരത്തിൽ ബാധിച്ചു കഴിഞ്ഞു? തീർച്ചയായിട്ടും ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ കടുത്ത ആശങ്കയാണ് അമേരിക്കയുടെ ഈ ഹോർമുസ് വഴിയുള്ള ഈ നിയന്ത്രണത്തിൽ ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. UN അടക്കം ഇത് ആഗോള എണ്ണ വിതരണത്തെ ബാധിക്കുമെന്നുള്ള പ്രത്യേക മുന്നറിയിപ്പടക്കം പുറപ്പെടുവിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നിലവിലെ സാഹചര്യത്തിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ചൈനയാണ്. അപ്പോൾ പക്ഷേ ചില ചൈനീസ് കപ്പലുകൾ മേഖലയിലൂടെ കടന്നുപോയി എന്നുള്ള റിപ്പോർട്ടുകൾ അടക്കമുണ്ടായിരുന്നു. പക്ഷേ ചൈനയും തീർച്ചയായിട്ടും അമേരിക്കയുടെ ഈ ഉപരോധത്തിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് മേഖലയിലെ സാഹചര്യത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇറാനും എത്രയും വേഗം ഈ ഒരു ഉപരോധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് എന്ന് പറയുന്നത്, അമേരിക്ക എത്രയും വേഗം ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം അവസാനിപ്പിച്ചില്ലെങ്കിൽ തങ്ങൾ ചെങ്കടൽ ഉപരോധിക്കും എന്നതാണ് ഇറാന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചെങ്കടൽ നമുക്കറിയാം, യൂറോപ്പിലേക്ക് അടക്കം ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന പാതകളിലൊന്നാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായി കണക്ട് ചെയ്യുന്ന ഒരു പാതയാണ്. ആഫ്രിക്കയും പിന്നെ അതുപോലെ ഏഷ്യൻ വൻകരയും തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുന്ന പല പ്രധാനപ്പെട്ട മേഖലകളും സ്ഥിതി ചെയ്യുന്നത് ചെങ്കടലിലാണ്. അപ്പോൾ ഈ ചെങ്കടലും ഉപരോധിക്കപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ആഗോള എണ്ണ ഗതാഗതത്തെയും മറ്റ് ചരക്ക് നീക്കങ്ങളെയും ഒക്കെ തീർച്ചയായിട്ടും ബാധിച്ചേക്കാം. അപ്പോൾ ഈ കടലിലെ സാഹചര്യത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പലതരം പിടിവലികൾ മേഖലയിൽ ഇപ്പോഴും തുടരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ പാകിസ്ഥാനിൽ കഴിഞ്ഞ തവണ നടന്ന സമാധാന ചർച്ചകൾ, ആ ചർച്ചകളിൽ പ്രധാനമായിട്ടും ഒരു തടസ്സമായിട്ടുണ്ടായിരുന്നത് 3 ഘടകങ്ങളാണ്. അതിലൊന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ആണവ ശക്തി തന്നെയാണ്. ഇറാന്റെ ആണവശേഷി സംബന്ധിച്ചുള്ള ഒരു ചർച്ചകൾ, അതിൽ വഴിമുട്ടി നിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം തീർച്ചയായിട്ടും ഈ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം തന്നെയാണ്. അമേരിക്ക ഇറാനോട് മുന്നോട്ട് വെച്ചത് ഉപാധികളൊന്നുമില്ലാതെ ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്നതാണ്. പക്ഷേ ഇറാൻ തീർച്ചയായിട്ടും പറഞ്ഞത് ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ നിയന്ത്രണം ഉണ്ടാകും. അതായത് IRGC തങ്ങളുടെ പ്രത്യേക ഒരു മാർഗനിർദ്ദേശങ്ങളോടെ ഈ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കും. ആ ഒരു നിബന്ധന സമ്മതമാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാം എന്ന ഒരു നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചു. പക്ഷെ അമേരിക്ക ഒരിക്കലും ഈ ഒരു കാര്യവും അംഗീകരിച്ചിരുന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട കൺസേൺ ആണവ വിഷയം തന്നെയാണ്. പക്ഷെ രണ്ടാമത്തെ ഈ കാര്യവും അമേരിക്ക അംഗീകരിക്കാത്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് ഇറാൻ മുന്നോട്ട് വെച്ച ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അത് മുൻനിർത്തിയാണ് അമേരിക്ക ഇപ്പോൾ ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ നോക്കുന്നത്. അമേരിക്ക പക്ഷെ പറഞ്ഞിട്ടുള്ളത്, ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകളെയും തങ്ങൾ ഉപരോധിക്കില്ല, ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് വരുന്ന കപ്പലുകളെയും അതുപോലെ ഇറാനിൽ നിന്ന് തിരിച്ചു പോകുന്ന കപ്പലുകളെയും മാത്രമാകും ഉപരോധിക്കുക എന്നാണ് US പറഞ്ഞത്. പക്ഷേ ഈ ഒരു സാഹചര്യം, ഈ പടക്കപ്പലുകളെ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ടുള്ള US-ന്റെ ഈ കർശനമായിട്ടുള്ള ഒരു സുരക്ഷാ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും മറ്റ് കപ്പലുകളെയും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റഡാർ വഴി ഈ സെൻട്രൽ കമാൻഡിന്റെ ഭീഷണി അനുസരിച്ച് അജയ്, ഇതിനകം തന്നെ ഏതാണ്ട് 10ഓളം കപ്പലുകളെ ഇവർ തടഞ്ഞ് തിരിച്ചയച്ചു.
എന്നുള്ളതാണ്. അതിപ്പോൾ ചില കപ്പലുകളൊക്കെ ചില കപ്പലിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു ഇറാന്റെ കപ്പൽ, വലിയ കപ്പൽ, പടക്കപ്പൽ ഈ ഹോർമുസ് കടന്നതായി ചില സൂചനകളുണ്ട്. അതിൽ ചൈനയുടെ ഫ്ലാഗ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ US നീക്കത്തെ ഇറാൻ പൂർണ്ണമായും തള്ളുന്ന പശ്ചാത്തലമുണ്ട്. ഹോർമുസിലെ ഉപരോധം വെടിനിർത്തലിന്റെ ലംഘനമാണെന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു വെക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അതേ നാണയത്തിൽ തിരിച്ചടി നൽകുക എന്ന് പറയുമ്പോൾ ചെങ്കടൽ ഉപരോധിക്കുക, അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ചെങ്കടൽ ഉപരോധിച്ചുകൊണ്ട് ഇതിന് തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ അതും അമേരിക്കയ്ക്ക് മറുപടി പറയേണ്ട ഒരു കാര്യത്തിലേക്ക് വരും. ഹോർമുസ് ഉപരോധത്തിന്, ഹോർമുസിലെ തടസ്സത്തിന് അമേരിക്ക ലോകരാജ്യങ്ങളോട് മറുപടി പറഞ്ഞ് തളർന്നിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയൊരു രീതിയിലേക്ക് ഇറാൻ കടക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഹോർമുസിന് സമാനമായിട്ട് ചെങ്കടലിലുള്ള ഒരു കടലെടുക്കാണ് ബാബൽ മാൻഡേബ് എന്ന് പറയുന്നത്. ഇതും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഹോർമുസ് പോലെ തന്നെ ആഗോള എണ്ണ വിതരണത്തിന്റെ വലിയൊരു ശതമാനവും സ്ഥിതി ചെയ്യുന്ന വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖല തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉപരോധിക്കുമെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് അദ്ദേഹം നേരത്തെ തന്നെ ഭീഷണികൾ മുഴക്കിയിരുന്നു. IRGCയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം അത്തരം ഭീഷണികൾ വന്നത്. പിന്നീട് MB ഖാലിബാഫും സമാനമായിട്ടുള്ള ഭീഷണികൾ ഉയർത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിലേക്ക് തങ്ങൾ കടക്കുന്നു എന്നതിന്റെ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ കൂടി ഇറാൻ മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പോൾ അവർക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു റീസൺ കൂടിയുണ്ട്. അതായത് അമേരിക്ക ഹോർമുസ് തടയുന്നു, ഹോർമുസിൽ ഉപരോധം വയ്ക്കുന്നു, അതുകൊണ്ട് തങ്ങൾ ചെങ്കടൽ ഉപരോധിക്കും, ബാബൽ മാൻഡേബ് വഴി ഉൾപ്പെടെ ഈ കപ്പലുകളെ കടത്തിവിടില്ല എന്നൊരു സന്ദേശം ഇറാൻ നൽകുന്നു. ഇപ്പോൾ ഇറാൻ അത് ചെയ്യുകയാണെങ്കിൽ തന്നെ അവരുടെ ഭാഗം ക്ലിയർ ആക്കി ഒരു അന്താരാഷ്ട്ര പ്രഷർ ഇറാനിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അമേരിക്കയിലേക്ക് കൂടി അത്തരം സമ്മർദ്ദങ്ങൾ ചെലുത്താനാണ് ഇറാന്റെ നിലവിലെ തന്ത്രം എന്ന് പറയുന്നത്. പക്ഷെ അത്ര വലിയ ഒരു സാഹസത്തിലേക്ക് ഇറാൻ മുതിരുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കാര്യം ഇപ്പോൾ തന്നെ അമേരിക്കൻ സേനയെ ഉൾപ്പെടെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല, പക്ഷേ മേഖലയിലെ സുരക്ഷാ സാഹചര്യം അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഒരു വലിയ വിഭാഗം സേന ഇപ്പോഴും ഹോർമുസ് കടലെടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്കൻ ഭീഷണിയെ മറികടന്നുകൊണ്ട് ഈ ചെങ്കടലിലേക്ക് കൂടി അവരുടെ ഒരു കോൺസെൻട്രേഷൻ കേന്ദ്രീകരിക്കുക, അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് അപ്രാപ്യമാണെന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഇത്തരമൊരു സാഹസത്തിലേക്ക് ഇറാൻ മുതിർന്നാൽ അത് ഇപ്പോഴുള്ള പ്രതിസന്ധിയേക്കാൾ ഒരു 10 മടങ്ങ് പ്രതിസന്ധിയിലേക്ക് ലോകരാജ്യങ്ങളെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ശരി, തുടരുക അജയ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് അമേരിക്കൻ ഉപരോധം തുടർന്നാൽ, അതായത് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്ന മറ്റൊരു പ്രധാന ഭീഷണി ചെങ്കടൽ, ഗൾഫ് എന്നിവിടങ്ങളിലേക്കുള്ള കയറ്റുമതി തടയും എന്നുള്ളതാണ്. ഗൾഫിലേക്കുള്ള കയറ്റുമതി എന്ന് തടയുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെ ഗൾഫിലേക്ക് ആക്രമണം നടത്തിയാണ്, ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയാണ് ഇറാൻ പലപ്പോഴും ഉപരോധത്തെ, അമേരിക്കയുടെ ആക്രമണത്തെ പ്രതിരോധിച്ചതും ഒരു വെടിനിർത്തൽ കരാറിലേക്കൊക്കെ അമേരിക്ക എത്തിച്ചതും അത്തരം ഭീഷണികൾ തന്നെ ആയിരുന്നു. തുടർച്ചയായി UAE പോലെയുള്ള രാജ്യങ്ങൾ UAEയിലേക്കൊക്കെ ആക്രമണം നടത്തി ഇറാൻ അമേരിക്കൻ സഖ്യകക്ഷികളെ പ്രതിസന്ധിയിലാക്കുകയും തുടർന്ന് അമേരിക്കയെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ പുതിയ നീക്കം. ചെങ്കടൽ ഉപരോധമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനും അമേരിക്ക മറുപടി പറയേണ്ടി വരുന്ന പശ്ചാത്തലം ഉണ്ടാകും. ഇതിനിടയിൽ അമേരിക്ക ഇറാൻ അടുത്ത ഘട്ട ചർച്ച നടക്കുമെന്ന് വൈറ്റ് ഹൗസിന്റെ സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. പക്ഷേ എന്ന്, എപ്പോൾ, എങ്ങനെ എന്നുള്ളത് സമയം പുറത്ത് വിട്ടിട്ടില്ല വൈറ്റ് ഹൗസ് ഇതുവരെ. ഇസ്ലാമാബാദിൽ വെച്ചായിരിക്കും ചർച്ച എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഏപ്രിൽ 22-ന് നമുക്കറിയാം ഈ വെടിനിർത്തൽ കരാർ അവസാനിക്കുകയാണ്. ഇപ്പോൾ ആക്രമണങ്ങളൊന്നും നടക്കാത്ത പശ്ചാത്തലമുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ശുഭപ്രതീക്ഷയുണ്ടെന്നുമാണ് വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഔദ്യോഗികമായി ഒരു കരാറിൽ എത്തിയിട്ടില്ലെങ്കിലും നയതന്ത്ര ചർച്ചകൾ ഫലപ്രദമാണെന്നാണ് ഇവർ പറയുന്നത്. അതേസമയം യുദ്ധത്തിൽ അമേരിക്ക ഔദ്യോഗികമായി വെടിനിർത്തൽ ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി വൈറ്റ് ഹൗസ് തള്ളുന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും ഇതിനിടെ മറ്റൊരു വിവരം പുറത്തു വരുന്നത് പാക് സൈനിക മേധാവി അസിം മുനീർ അടങ്ങുന്ന ഒരു പ്രതിനിധി സംഘം ഇറാനിൽ എത്തിയിട്ടുണ്ട് എന്നും ഇറാൻ അധികൃതരുമായി ചർച്ച നടത്തുകയാണ് എന്നും US-ന്റെ അടുത്ത ചർച്ചയിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ഡിമാൻഡുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഇറാനെ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നുമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം ഇറാന് പാകിസ്ഥാന് അമേരിക്ക നന്ദി പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ചർച്ചകളിലെ ഏക മധ്യസ്ഥൻ പാകിസ്ഥാനാണെന്നും അവരുടെ ഇടപെടലുകൾ അഭിനന്ദനാർഹമാണെന്നുമാണ് അമേരിക്കയുടെ പ്രശംസ പാകിസ്ഥാന്. അജയ്, ഇപ്പോൾ ചർച്ചകൾക്കുള്ള കളമൊരുങ്ങുന്നുണ്ട്. രണ്ടാം ഘട്ട ചർച്ചകളാണ് പ്രതീക്ഷിക്കേണ്ടത്. ഏത് നിമിഷവും അത് സംഭവിച്ചേക്കാം. ഒരുപക്ഷെ അത് ആരംഭിച്ചിട്ടുണ്ടാകാം. പക്ഷെ അപ്പോഴും
എന്തിലൂന്നിയുള്ള ചർച്ച എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. എന്താണ് നേരത്തെ പറഞ്ഞ ഹോർമുസുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ചയ്ക്ക് അമേരിക്കയും ഇറാനും തയ്യാറല്ല. ആണവ വിഷയത്തിൽ ഇറാൻ പുറകോട്ടില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. അപ്പോൾ പുതിയൊരു ഫോർമുല രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള ബാധ്യത ഇപ്പോൾ പാകിസ്ഥാനാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ ആയിട്ടുള്ള അസീം മുനീർ ഇപ്പോൾ ഇറാനിൽ എത്തിയിരിക്കുന്നത്. അവിടെ ചെന്ന് ഇറാന്റെ ഒഫീഷ്യൽസിനെ ഒന്ന് അനുനയിപ്പിക്കുക, അതിന്റെ ചുമതല തന്നെയാണ് പാകിസ്ഥാന് ഇക്കാര്യത്തിലുള്ളത്. മാത്രമല്ല പാകിസ്ഥാന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഉൾപ്പെടെ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടിയ, അതായത് ആഗോള തീവ്രവാദത്തിന്റെ ഉൽപാദകരാണ് പാകിസ്ഥാൻ എന്നൊരു വാദം. അപ്പോൾ ഈ ഒരു ഭീകരവാദത്തിന് കളമൊരുക്കുന്ന ആ ഒരു ഇമേജ് ഒന്ന് നന്നാക്കി ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യം എന്നുള്ള രീതിയിലൊക്കെ അവരുടെ ഒരു ഇമേജ് മാറ്റിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ പാകിസ്ഥാൻ അത് തുടർച്ചയായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് അതിന്റെ ഒരു ഗിമ്മിക് ഡ്രാമ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇക്കാര്യത്തിനെ പറയാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് പാകിസ്ഥാൻ ഈ മീഡിയേറ്ററിന്റെ ഒരു കാര്യം അത് ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ചർച്ചകളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 കാര്യങ്ങളിലൂന്നിയാണ് കഴിഞ്ഞ തവണത്തെ ചർച്ച പരാജയപ്പെട്ടത്. അതിൽ ആണവ വിഷയം എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ടത് അടുത്ത 20 വർഷത്തിലേക്ക് ഇറാനിൽ ആണവായുധം നിർമ്മിക്കരുത്, അതിനെ സംബന്ധിച്ച് യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെ പരിമിതിപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇറാൻ പറഞ്ഞത് ഈ 20 വർഷമൊന്നും പറ്റില്ല, വേണമെങ്കിൽ 5 വർഷത്തേക്ക് വരുന്ന 5 വർഷത്തേക്ക് ആണവായുധം ഉൽപ്പാദിപ്പിക്കാതിരിക്കാം, അതിനുള്ള ഒരു ധാരണ ഞങ്ങൾ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. പക്ഷെ അമേരിക്ക ആ 5 വർഷം എന്നുള്ള സമയപരിധി അംഗീകരിച്ചില്ല. 20 വർഷം എന്നുള്ളതിൽ തന്നെ അമേരിക്ക ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹോർമുസിന്റെ നിയന്ത്രണം, ആ ഹോർമുസിന്റെ നിയന്ത്രണവും ഇറാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് തീർത്തും പറഞ്ഞിട്ടുണ്ട്. ഹോർമുസ് തുറക്കാം, പക്ഷേ നിയന്ത്രണം ഇറാന് മാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇറാൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ ഒരു നിർദ്ദേശം അമേരിക്ക അംഗീകരിക്കാത്തത് ലെബനന്റെ കാര്യമാണ്. ഇപ്പോൾ ഇറാനിൽ വെടിനിർത്തൽ കൊണ്ടുവന്നതുപോലെ ലെബനനിലും വെടിനിർത്തൽ കൊണ്ടുവരണം, ഇസ്രായേൽ ലെബനന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരു നിർദ്ദേശം കൂടി ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ വെടിനിർത്തൽ പരിധിയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ കൺസേണിൽ ലെബനൻ വരുന്നില്ല, അതുകൊണ്ട് ഇക്കാര്യവും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് അമേരിക്ക പറഞ്ഞത്. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ച നടത്തിയിട്ടില്ല. പക്ഷേ ഈ വെടിനിർത്തൽ കാലയളവ് ഈ വരുന്ന ഏപ്രിൽ 22-ന് അവസാനിക്കുകയുമാണ്. അപ്പോൾ അതിനിടയിൽ ഒരു ധാരണയുണ്ടാക്കി അവസാനിപ്പിക്കാൻ ശ്രമം ഒരു ധാരണയിൽ എത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ വീണ്ടും അമേരിക്കൻ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാം, തിരിച്ച് ഗൾഫ് മേഖലയിലേക്കുള്ള ഇറാന്റെ ആക്രമണങ്ങളും പ്രതീക്ഷിക്കണം. ഇതിനിടയിൽ ഒരു ശുഭസൂചകമായ വാർത്ത ഗൾഫ് മേഖലയിൽ നിന്ന് വരുന്നത് ഗൾഫിൽ ചില മഞ്ഞുരുക്കത്തിന്റെ സൂചനകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. UAE വൈസ് പ്രസിഡന്റുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ സംസാരിച്ചു. നമുക്കറിയാം ഇറാന്റെ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തുന്ന ഒരാൾ കൂടിയാണ് MP ഗലിബാഫ് എന്ന അവിടുത്തെ സ്പീക്കർ. ഗലിബാഫും ഒപ്പം ഷെയ്ഖ് മസൂർ ബിൻ സായിദ് ഇറാന്റെ UAEയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹവുമായി സംസാരിച്ചു എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇത്തരം സംസാരങ്ങളെന്നാണ് മനസ്സിലാക്കേണ്ടത്. UAE നിരന്തരം നേരിട്ട ആക്രമണങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ആദ്യ ഉന്നതതല ചർച്ച കൂടിയാണ് ഇത്. ഇതിൽ പരമപ്രധാനമായി ഉള്ളത് അജയ്, നമുക്കിതിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് കൂടി നമ്മുടെ കണ്ണൊന്ന് പായിക്കണം. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ഇറാന്റെ ആക്രമണങ്ങൾ തുലോം കുറഞ്ഞിട്ടുണ്ട്. ഗൾഫ് മേഖലകളിലേക്ക് UAE അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് UAEയിലൊക്കെ സ്കൂളുകളൊക്കെ തുടർച്ചയായി ഉള്ള ക്ലാസ്സുകളിലേക്ക് പോകുന്നു, സാധാരണയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരമൊരു ചർച്ചയ്ക്ക് കൂടി കളമൊരുങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനിയും തങ്ങളെ ആക്രമിക്കാതിരിക്കുക എന്നുള്ള ഡിമാൻഡാണ് UAE ഈ ചർച്ചയിൽ ഉന്നയിച്ചത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ച അടക്കം ഇപ്പോൾ ഈ സമാധാനത്തിന് ഈ മഞ്ഞുരുക്കം ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ട് നമുക്ക് എടുത്ത് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ആക്രമണങ്ങളിൽ ഈ പശ്ചിമേഷ്യയിൽ സംഘർഷം ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട രാജ്യങ്ങളിലൊന്നായിരുന്നു UAE എന്ന് പറയുന്നത്. ഇപ്പോൾ ബഹ്റൈനിലടക്കം തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പല നഗരങ്ങളിലും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ മിസൈൽ അതുപോലെ തന്നെ ഡ്രോൺ അവശിഷ്ടങ്ങൾ തകർന്നു വീണ് പല കെട്ടിടങ്ങൾക്ക്
നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പല ആളുകളും കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി. പ്രധാനമായിട്ടും വിദേശികളാണ് കൊല്ലപ്പെട്ടത്. UAE-യിലെ തദ്ദേശീയർ അങ്ങനെ അധികം ബാധിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ സ്കൂൾ ജീവിതം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന വലിയൊരു ആശങ്കാജനകമായിട്ടുള്ള അവസ്ഥയുണ്ടായിരുന്നു. മാത്രമല്ല ഈദ്ഗാഹുകൾ ഒഴിവാക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഈ ഈദ്ഗാഹുകൾ ഒഴിവാക്കുന്ന വളരെ വേദനാജനകമായിട്ടുള്ള, അതായത് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്തരം ഒരു അവസ്ഥയിലേക്ക് വരെ ഈ സംഘർഷം കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നിലവിൽ UAE-യുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷെയ്ഖ് മൻസൂർ ബിൻ സായിദും അതുപോലെ തന്നെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ആയിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഖാലിബാഫും തമ്മിൽ ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ വിവിധ വിഷയങ്ങൾ, നേരത്തെ നടന്ന ആക്രമണങ്ങൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ടാകാം എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏപ്രിൽ 22-ന് ആ വെടിനിർത്തൽ കാലയളവ് അവസാനിക്കുകയാണ്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ ഉൾപ്പെടെ സംഘർഷ സാധ്യതകൾ അത് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അതിന് ഒരു വിദൂര സാധ്യത മാത്രമാണ്, പക്ഷേ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചിലപ്പോൾ ഒരു മുൻകൂർ ജാമ്യവും ആയേക്കാം. അപ്പോൾ അങ്ങനെ പല സാധ്യതകളുണ്ട്. ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. തീർച്ചയായും അതാണ്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് UAE-യിൽ സ്കൂളുകൾ പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഏപ്രിൽ 20 തിങ്കളാഴ്ച മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ എമിറേറ്റ്സുകളിലും നിർദ്ദേശം ബാധകമാണ്. ആവശ്യമെങ്കിൽ സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് നേരിട്ടുള്ള ക്ലാസ് പഠനവും ഓൺലൈൻ പഠനവും ഒന്നിച്ചുള്ള ഹൈബ്രിഡ് രീതി അവലംബിക്കാം. രാജ്യത്തെ സ്കൂളുകൾ ഇതിനായി ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റികളിലും ഇതേ ദിവസം ക്ലാസ് പഠനം പുനരാരംഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകി. തുടർച്ചയായുള്ള ആക്രമണങ്ങളെ തുടർന്നാണ് ക്ലാസുകൾ പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറിയിരുന്നത്. CBSE പരീക്ഷകളടക്കം അവിടെ റദ്ദാക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായ അതീവ ഗൗരവതരമായ സാഹചര്യം കടന്നാണ് അവിടുത്തെ കുട്ടികൾക്ക്, നമ്മുടെ മലയാളികളായ സഹോദരങ്ങൾക്ക് ഒക്കെ ആശ്വാസകരമായ ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത്. മറ്റൊരു കാര്യം, ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ പോലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മാസങ്ങളോളം തുടരും എന്നുള്ള ചില സൂചനകൾ കൂടി നൽകുന്ന പശ്ചാത്തലം ഉണ്ട്. അതിപ്പോൾ എണ്ണവിലയുടെ വർധനവുണ്ട്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ മുന്നറിയിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. യുദ്ധം അവസാനിച്ചാലും അതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ മാസങ്ങൾ വേണ്ടിവരും. വെടിനിർത്തൽ തുടരുകയും ഹോർമുസ് തുറക്കുകയും ചെയ്താലും തിരിച്ചടി മാറാൻ സമയമെടുക്കുമെന്നാണ് വേൾഡ് ബാങ്കിൻ്റെ അടക്കം മുന്നറിയിപ്പ്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ മുന്നറിയിപ്പ് വരുന്നത്. ഏതാണ്ട് $5800 കോടി നഷ്ടം ഇറാൻ യുദ്ധത്തിൽ ഊർജ്ജ മേഖലയിൽ സംഭവിച്ചു എന്നുള്ളത് ഏറെ ഗൗരവതരമായ കാര്യമാണ്. ഇത് പഴയപടി എത്താൻ മാസങ്ങളെടുക്കും എന്നുള്ള മുന്നറിയിപ്പാണ് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, റഷ്യയിൽ നിന്ന് നമുക്കറിയാം, നമുക്ക് ഇളവുണ്ടായിരുന്നു ഏതാണ്ട് 1 മാസത്തോളം ക്രൂഡ് ഓയിൽ വാങ്ങാനായി. അത് വാങ്ങുന്നതിനായി ഇന്ത്യൻ റിഫൈനറികൾക്ക് അനുവദിച്ചിരുന്ന താൽക്കാലിക ഇളവ് അത് ഒരു തരത്തിലും പുതുക്കില്ല എന്നാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിൽ തുടർന്ന് ഇന്ത്യക്ക് ഓയിൽ ലഭിക്കാതായപ്പോഴാണ് റഷ്യയിൽ നിന്ന് തൽക്കാലത്തേക്ക് വാങ്ങാനായി അമേരിക്ക ഒരു ഇളവ് നൽകിയത്. കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങിയാൽ ഉപരോധം ഒപ്പം താരിഫ് വർധനവടക്കം ഏർപ്പെടുത്തുമെന്നുള്ള മുന്നറിയിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കടലിൽ നിലവിലെത്തിയിട്ടുള്ള എണ്ണയുടെ ഇടപാടുകൾക്ക് മാത്രം ആയി ഇളവ് പരിമിതപ്പെടുത്തുമെന്നും ഇതിലൂടെ റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയില്ലെന്നുമാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത്. അതായത് ഇനിയും എണ്ണ കൂടുതലായി വാങ്ങുക, നമ്മൾ ആ പരമാവധി സമയം ഉപയോഗിച്ച് റഷ്യയിൽ നിന്ന് ഒരുപാട് എണ്ണ വാങ്ങിയെടുത്ത ഒരു സാഹചര്യമൊക്കെ അറിയാം. വലിയ കുറഞ്ഞ വിലയ്ക്കാണ് ഇന്ത്യക്ക് എണ്ണ നൽകിയിരുന്നത്. ഇത് വാങ്ങുന്നതിനുള്ള ഇളവ് അമേരിക്ക നൽകിയിരുന്നു. ഇനി മുതൽ US-ൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതീക്ഷയുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ, നമുക്കറിയാം വെനസ്വേലയിൽ നിന്ന് മറ്റും എണ്ണ US-ലേക്ക് കൂടുതലായി എത്തുന്ന പശ്ചാത്തലമുണ്ട്. ഈ എണ്ണ ഇന്ത്യ വാങ്ങണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അമേരിക്ക ഉന്നയിക്കുന്നത്. ഇതിനോടുള്ള നമ്മുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അത് എത്രത്തോളം നിർണായകമാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. മറ്റൊരു വാർത്ത, തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാന കേന്ദ്രമായ ബിൻ ജബൈൽ ഇസ്രായേൽ സൈന്യം ഉടൻ കീഴടക്കുമെന്നാണ് ഇപ്പോൾ ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് നേരെ സൈന്യ നീക്കം ശക്തമായി തുടരും. അതേസമയം ലെബനുമായി ചർച്ച നടത്തും. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്നും നെതന്യാഹു പറയുന്നു. അതിൻ്റെ ഭാഗമായി
ചില മേഖലകളിലേക്ക് ഇന്നലെയും വലിയ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഹിസ്ബുള്ളയുടെ വലിയ ഒരു കോട്ട എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ കോട്ട തങ്ങൾ ഉടൻ ഇല്ലാതാക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ആദ്യമായാണ് ലബനുമായി ഒരു ചർച്ച നടത്തുന്നത് എന്നും നെതന്യാഹു വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനിടയിൽ നടത്തിയ ആക്രമണത്തിൽ 5 പേർ, 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അജയ്, ഇപ്പോൾ ഹിസ്ബുള്ള എന്നുള്ളത് ഇസ്രായേലിന്റെ ശത്രുവാണ്. പക്ഷെ ലെബനൻ എന്ന രാജ്യത്തിനോട് ശത്രുതയില്ല, അതാണ് വ്യക്തമാക്കുന്നത്. ലെബനനോട് ചർച്ച നടത്തുന്നു, പക്ഷേ ഹിസ്ബുള്ള അവിടുത്തെ പ്രധാന തീവ്രവാദ സംഘടന എന്നവർ വിശേഷിപ്പിക്കുന്ന ഹിസ്ബുള്ളയെ തീർക്കും. ഇത് രണ്ടും കൂടി എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാനുമായിട്ട് US നടത്താനിരിക്കുന്ന സമാധാന ചർച്ചകളിൽ ഉൾപ്പെടെ വലിയൊരു പ്രതിസന്ധിയായിട്ടുള്ളത് ഈ ലെബനൻ വിഷയം തന്നെയാണ്. ലെബനിലേക്കുള്ള ഈ ഇസ്രായേലിന്റെ ആക്രമണം അത് സജീവമായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെയുള്ള സംഘർഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം അത് ഇപ്പോൾ സജീവമായി നിലനിർത്തുന്നു എങ്കിലും ഈ ഗ്രൗണ്ട് ഇൻവേഷൻ ഉൾപ്പെടെ ഇസ്രായേൽ കൂടുതലായി ഫോക്കസ് ചെയ്തിരുന്നത് ലെബനിലേക്കാണ്. ലെബനന്റെ തെക്കൻ മേഖലകളിൽ കൂടുതൽ പ്രദേശങ്ങൾ ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ നിയന്ത്രണം കടുപ്പിച്ച് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ പൂർണ്ണമായി തുടച്ചു നീക്കുക, അതുതന്നെയായിരുന്നു ഇസ്രായേലിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവരുടെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും തകർത്തു. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തെക്കൻ ലെബനിലുള്ള പല ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ളയുടെ ട്രെയിനിങ് ക്യാമ്പുകൾ സ്ഥിതി ചെയ്തിരുന്നു. അപ്പോൾ ഇവയെല്ലാം പൂർണ്ണമായിട്ട് തകർത്തു. അതുപോലെ തന്നെ ഗതാഗത നീക്കം അത് സ്തംഭിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതായത് വടക്കൻ ലെബനെയും തെക്കൻ ലെബനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചില പാലങ്ങൾ തകർത്തു. അപ്പോൾ ഇതുവഴി ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റേതാണെങ്കിലും കൂടുതലായിട്ടുള്ള ഉപകരണങ്ങൾ, വെടിക്കോപ്പുകൾ അതെല്ലാം തെക്കൻ ലെബനിലേക്ക് എത്തിക്കുന്നത് അത് ഇസ്രായേൽ നിയന്ത്രിച്ചു. ഇപ്പോൾ ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുക, ഈ ഒരു ലക്ഷ്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ലെബനന്റെ ഔദ്യോഗിക സർക്കാരുമായി നിലവിൽ ചർച്ചകൾ നടക്കുന്നുവെങ്കിലും ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നേരെയുള്ള ആക്രമണങ്ങൾ അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നത് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിലാണ് ഇപ്പോൾ ലെബനന്റെ ഔദ്യോഗിക സർക്കാർ ചർച്ചകൾ നടത്തുന്നത്. പക്ഷേ ഈ ഒരു വെടിനിർത്തൽ നിലവിൽ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ചർച്ചകൾ പുരോഗമിക്കണം എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ആ ഒരു വിഷയം തന്നെ മേഖലയിൽ കൂടുതൽ സംഘർഷ സാധ്യത ഉണ്ടാക്കുന്നുമുണ്ട്. ഇനി അടുത്ത് ഇറാനും US തമ്മിലൊരു ചർച്ചകൾ നടന്നാലും ലെബനന്റെ വിഷയം ഇറാൻ വലിയൊരു കൺസേൺ ആയിട്ട് ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇറാന്റെ 10 നിർദ്ദേശങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഇറാന്റെ സഖ്യകക്ഷികളെയും ആക്രമിക്കരുത് എന്നുള്ളത്. അതുകൊണ്ട് ഈ ലെബനന് നേരെയുള്ള ആക്രമണങ്ങൾ അത് നിർത്താൻ അത് തീർച്ചയായിട്ടും ഇറാൻ ഉന്നയിച്ചേക്കാം. മാത്രമല്ല US തിരിച്ചുന്നയിക്കാൻ പോകുന്നത് ഹിസ്ബുള്ള ഗ്രൂപ്പിന് ഇറാൻ നൽകുന്ന ധനസഹായങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരു നിർദ്ദേശം US പറയാൻ സാധ്യതയുണ്ട്. കാരണം US-ന്റെ 15 നിർദ്ദേശങ്ങളിൽ അത്തരം ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇറാൻ ഇത് സമ്മതിക്കാതിരിക്കാനും നല്ല സാധ്യതയുണ്ട്. ശരി അജയ്, തുടരുക. ഇതിനിടയിൽ ഇറാൻ ഭരണകൂടത്തിന് സൈനിക സഹായം ചൈന നൽകുന്നു എന്നുള്ള ഒരു ആരോപണം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത്തരം ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ചൈന നിഷേധിക്കുകയാണ്. ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇതിന്റെ പേരിൽ നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ചില ഭീഷണികൾ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടായിരുന്നു. ഇനിയും അത്തരം സഹായങ്ങൾ നൽകിയാൽ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ തീരുവ കൂട്ടും, 50% കൂട്ടുമെന്ന് മറ്റുമായിരുന്നു. ഇതിന്റെ പേരിൽ തീരുവ വർദ്ധിപ്പിക്കാനാണ് US തീരുമാനമെങ്കിൽ അതിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ചൈന വ്യക്തമാക്കുന്നത്. ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ശത്രു നീക്കങ്ങൾ തിരിച്ചറിയാൻ ഇറാനെ സഹായിക്കുന്നുവെന്നാണ് അമേരിക്കയുടെ ആരോപണം. അതേസമയം ഈ യുദ്ധത്തിലടക്കം ചൈനയ്ക്ക് നിഷ്പക്ഷ നിലപാടാണ് ഉള്ളത് എന്നാണ് ചൈന മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും ചില സഹായങ്ങൾ ഇറാന് നൽകുന്നുണ്ട് എന്ന് ചൈന വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ആ സഹായങ്ങൾ നൽകുന്നത് ഇറാനുമായുള്ള സൗഹൃദം നിലനിർത്താനും ഒപ്പം ആ രാജ്യത്തിൻ്റെ പ്രതിരോധത്തിനും വേണ്ടിയാണ്. പക്ഷേ അത് യുദ്ധത്തിനോ ആക്രമണത്തിനോ സഹായിക്കുന്ന തരത്തിൽ തങ്ങൾ വളർത്തില്ല എന്നാണ് ചൈന വ്യക്തമാക്കുന്നത്.